സോ എന്തായാലും വളരെ വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്രിക്കറ്റ് താരമായിരിക്കും പീയൂഷ് ചവള. IPL-ലും അതുപോലെ ഇന്ത്യൻ ടീമിനുമൊക്കെ വേണ്ടി വേറെ ലെവൽ തിളങ്ങിയ ഒരു താരമാണ്. ഫൈനലി പീയൂഷ് ചവള വിരമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ ഇപ്പോൾ 36 വയസ്സാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് 2007, 2011 വേൾഡ് കപ്പ് നേടി. അതുപോലെ 2012, 2014 സീസണിൽ IPL നേടി നമ്മുടെ കൊൽക്കത്തയുടെ കൂടെ നിന്ന്. സോ അങ്ങനെ വലിയ നേട്ടങ്ങളുള്ളൊരു താരമാണ് പീയൂഷ് ചവള. അതുമാത്രമല്ല, അദ്ദേഹം ഏതാണ്ട് 3 ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, 25 ODI മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 7 T20 മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കിലേക്കാണ് ഇതിൻ്റെ കൂടുതൽ മത്സരങ്ങൾ വന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം. 446 ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ 319 T20 വിക്കറ്റ്സ് അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഉത്തർപ്രദേശിൻ്റെ ടീമിലെ വലിയ സാന്നിധ്യം തന്നെയായിരുന്നു. IPL നമുക്കറിയാം, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ്, അതുപോലെ കിങ്സ് 11 പഞ്ചാബ് തുടങ്ങിയ ടീമുകളിൽ മത്സരിച്ചിട്ടുണ്ട്. സോ വേറെ ടീമിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. സോ എന്തായാലും അത്ര വലിയൊരു താരമാണ് പീയൂഷ് ചവള. അദ്ദേഹമാണ് ക്രിക്കറ്റിൽ നിന്ന് വിട വാങ്ങുന്നത്. സോ എന്തായാലും വളരെ മികച്ചൊരു കരിയറായിരുന്നു. കിരീട നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ കിരീട നേട്ടങ്ങളുണ്ട്. നമുക്കറിയാം, കൊൽക്കത്തയോട് 2 വട്ടം IPL ചാമ്പ്യന്മാർ അദ്ദേഹം ബാറ്റ് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട്. കൊൽക്കത്തയെ ഒരു 4 അടിച്ച് ഒരു ഫൈനൽ വിജയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പിലും അംഗമായിരുന്നു, അതുപോലെ തന്നെ ODI വേൾഡ് കപ്പിലും അംഗമായിരുന്നു. സോ ഒരു ലെജൻഡറി കരിയറാണ് എൻ്റെ ആകുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രകാരം ഗുഡ് ബൈ.